ഹായ് ഡോക്ടർ ശരണ്യ റിജിൽ. അപ്പോൾ ഇന്ന് പറയുന്നത് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് യൂറിക് ആസിഡ്? നമ്മുടെ ശരീരത്തിൽ കാണുന്ന പ്യൂരിൻ എന്ന് പറയുന്ന കണ്ടന്റിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. അപ്പോൾ ഈ പ്യൂരിൻ എവിടെയൊക്കെയാണുള്ളത്? പൊതുവേ നമ്മുടെ ശരീരത്തിൽ തന്നെ കാണുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് പ്യൂരിൻ എന്ന് പറയുന്നത്. അതുപോലെ പ്രോട്ടീനെ വിഘടിപ്പിക്കുമ്പോഴും പ്യൂരിൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചില ഫുഡുകളിലും പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ യൂറിക് ആസിഡിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കാം. ഇതിന്റെ നോർമൽ നമ്മുടെ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് സ്ത്രീകളിലാണെങ്കിൽ 2.4 to 6 മില്ലിഗ്രാം പെർ DL-ഉം, എന്നാൽ പുരുഷന്മാരിൽ അതിൽ 4 to 8 മില്ലിഗ്രാം പെർ DL-ഉമാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? മദ്യപാനം ഒഴിവാക്കണം, ബേക്കറി മധുരപാനീയങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെയാണ് ചില വെജിറ്റബിൾസ്, അതായത് വഴുതന, കോളിഫ്ലവർ, അതുപോലെ തന്നെ സ്പിനച്ച്, ഇത്തരം കാര്യങ്ങളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ്, മട്ടൻ, പോർക്ക്, ഇതിലൊക്കെ പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഡയൂററ്റിക്സ് എടുക്കുന്ന ആളുകളിലും അതുപോലെ തന്നെ ക്രാബ്, ചെമ്മീൻ ഒക്കെ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ മഷ്റൂം ഒഴിവാക്കുക. ഇതിലൊക്കെ പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ യൂറിക് ആസിഡ് കൂട്ടും. അതുപോലെ ഇനി കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം. അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം. പേരക്ക, പപ്പായ, ഓറഞ്ച്, ഇതൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡുകൾ, ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കുറച്ച് കാര്യങ്ങൾ. അതുപോലെ വോൾ ഗ്രെയിൻസ്, ഓട്സ്, അതുപോലെ വീറ്റ്, ഇതൊക്കെ നല്ലതാണ്. ഇനി നമ്മൾ ഇത് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത് മെയിനായിട്ട് നമുക്ക് മൂത്രം വഴി, മലം വഴിയാണ്. ഇത് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂറിക് ആസിഡ് ക്രിസ്റ്റലായിട്ട് ഇത് ഫോം ചെയ്യും. ഈ ക്രിസ്റ്റൽസ് നമ്മുടെ പിന്നെ കിഡ്നി സ്റ്റോൺസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പെരുവിരലിലെ സന്ധികളിൽ ഈ പിന്നെ ക്രിസ്റ്റൽസ് അടിഞ്ഞു കൂടിയിട്ട് ഗൗട്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് മാറുന്നുണ്ട്. ഈ ഗൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ വേദനയും അതുപോലെ തന്നെ റെഡിഷ് കളറും ഒക്കെ വന്ന് നമുക്ക് കാലിന്റെ പെരുവിരലൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. അനക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം ഏകദേശം ഒരു 12 മണിക്കൂർ ടു ഒരു 24 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന അതികഠിനമായ വേദനയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത്തരം കണ്ടീഷൻസ് വരാതിരിക്കാൻ ഇനി വന്നിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ ലുക്കീമിയ കേസിൽ അർബുദത്തിന്റെ ചികിത്സയുടെ പ്രതിപ്രവർത്തനമായിട്ട്, അതുപോലെ തൈറോയിഡിന്റെ ഡിസ്ഫങ്ഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം പുറന്തള്ളപ്പെടുന്നതുകൊണ്ട്, അതുപോലെ കൊഴുപ്പടങ്ങിയ, അതായത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നത് കൊണ്ടൊക്കെ യൂറിക് ആസിഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുടിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്കുകളെ കുറിച്ച് പറയാം. ഗ്രീൻ ടീ അതിന് ഏറ്റവും നല്ലതാണ്. അതിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണ് നമ്മുടെ യൂറിക് ആസിഡിന്. അതുപോലെ ചിറ്റാമൃതിന്റെ തണ്ട് വെള്ളത്തിൽ ഇട്ട്, ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് 1/2 ഗ്ലാസ്സായി വറ്റിച്ച് നമുക്ക് കുടിക്കുന്നത് നല്ലതാണ്. അയമോദകത്തിന്റെ വെള്ളം വളരെ നല്ലതാണ്. അത് ആപ്പിൾ സിഡർ വിനാഗർ 1 ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതും യൂറിക് ആസിഡ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.